നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പലരും പറയുന്ന ഒരു കാര്യമാണ്. എമ്പുരാൻ സിനിമയുടെ ടീസറിലും ട്രെയിലറിലുമുള്ള മ്യൂസിക് അത്ര മാസ് പോരാന്നുള്ളത്. നമ്മൾ അറിയേണ്ട കാര്യം, എമ്പുരാൻ സിനിമ അത്തരത്തിലുള്ള ഒരു മാസ് മസാല പടമല്ല, കണ്ടന്റ് ക്വാളിറ്റിയുള്ള ഒരു മാസം ക്ലാസ് മിക്സ് ആയ ഒരു സിനിമയാണ്. ഇതിനനുസരിച്ചുള്ള മ്യൂസിക്കാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. സിനിമയ്ക്ക് മാച്ചിങ് ആയ പെർഫെക്റ്റ് മ്യൂസിക് തന്നെയാണ്. മാത്രവുമല്ല, സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ ലൂസിഫർ സിനിമയിൽ കണ്ടതുപോലെ എന്തായാലും ഒരുപാട് മികച്ച മ്യൂസിക് ഉണ്ടാവും. ഇനി നമുക്ക് ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. മാസ് മസാല പടങ്ങളുടെ ഫേമസ് ആയ BGM എമ്പുരാൻ സിനിമയ്ക്ക് ഇട്ട് നോക്കാം. ഇത് മാച്ച് ആവുന്നുണ്ടോ ഇല്ലയോ നിങ്ങളാണ് പറയേണ്ടത്. ഒറിജിനൽ മ്യൂസിക് ആണെങ്കിൽ ഒറിജിനൽ എന്നും, ഇനി മറ്റ് മ്യൂസിക് മാച്ച് ആയ അത് താഴെ കമന്റ് ചെയ്യുക. ആദ്യം നമുക്ക് അനിരുദ്ധിന്റെ മാരി സിനിമയിലെ BGM ഇട്ട് നോക്കാം. ഇത് ഒട്ടും തന്നെ മാച്ചായി എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ താഴെ കമന്റ് ചെയ്യണം. അടുത്തത് അനിരുദ്ധിന്റെ തന്നെ വിവേകം സിനിമയിലെ മ്യൂസിക്കാണ്. But answer this one question. Who are you really? Lucifer. അടുത്തതും അനിരുദ്ധിന്റെ തന്നെ സത്യ സിനിമയിലെ മ്യൂസിക്കാണ്. അടുത്തത് രവി ബസ്രൂറിന്റെ KGF സിനിമയിലെ മ്യൂസിക്കാണ്. അടുത്തത് മങ്കാത്ത സിനിമയുടെ യുവാൻ ശങ്കർ രാജ ചെയ്ത ഈ ഒരു മ്യൂസിക്കാണ്. അടുത്തത് സാം CS-ന്റെ വിക്രം വേദയിലെ മ്യൂസിക്കാണ്. അടുത്തത് സാം CS-ന്റെ തന്നെ കൈദി സിനിമയിലെ മ്യൂസിക്കാണ്. Abram. Qureshi. Abram. അടുത്തത് അനിരുദ്ധിന്റെ പേട്ട സിനിമയിലെ മ്യൂസിക്കാണ്. തമ്പി മയിൽവാഹന തലയില്ലട തലയെടുക്കളവ്. അടുത്തത് സ്കാം എന്ന വെബ് സീരീസിലെ അപ്ചിൻ തക്കാറിന്റെ മ്യൂസിക്കാണ്. അടുത്തത് സന്തോഷ് നാരായണന്റെ കാല സിനിമയിലെ മ്യൂസിക്കാണ്. മജാ ആ ഗയാ മജാ ആ ഗയാ.
അടുത്തത് അനിരുദ്ധിന്റെ ലിയോ സിനിമയിലെ മ്യൂസിക്കാണ്. അടുത്തത് വിക്രമിന്റെ മ്യൂസിക്കാണ്. അടുത്തത് റോളക്സിന്റെ മ്യൂസിക്കാണ്. അടുത്തത് സന്തോഷ് നാരായണന്റെ മഹാൻ സിനിമയിലെ മ്യൂസിക്കാണ്. അടുത്തത് അനിരുദ്ധിന്റെ ദർബാർ സിനിമയിലെ മ്യൂസിക്കാണ്. അടുത്തത് സന്തോഷ് നാരായണന്റെ കബാലി സിനിമയിലെ മ്യൂസിക്കാണ്. നമ്മൾ എമ്പുരാൻ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറായ ദീപക് ദേവിന്റെ കാര്യം നോക്കിയാൽ മലയാളത്തിൽ തന്നെ ഒരുപാട് മികച്ച മ്യൂസിക്കുകൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം സെവൻത്ത് ഡേയിലെ മ്യൂസിക്, ഉറുമി സിനിമയിലെ മ്യൂസിക്, പുതിയ മുഖത്തിലെ മ്യൂസിക്, നടൻ സിനിമയിലെ മ്യൂസിക്, അങ്ങനെ ഒരുപാടുണ്ട്. മാത്രവുമല്ല ഇദ്ദേഹം തന്നെ വളരെ കോൺഫിഡൻസ് ആയി പറയുന്നുണ്ട് എമ്പുരാനിലെ മ്യൂസിക് ഒരു തീയായിരിക്കുമെന്ന്. എന്തായാലും ലൂസിഫറിന്റെ മേലെ മികച്ച മ്യൂസിക് തന്നെ എമ്പുരാനിലും ഉണ്ടാവും. ഇനി നമുക്ക് ഒരു ക്ലാസും മാസും മിക്സ് ആയ മറ്റൊരു മ്യൂസിക് നോക്കാം. പക്ഷെ ഇത് ഇന്ത്യൻ സിനിമയിലെ അല്ല, ഒരു ഹോളിവുഡ് സിനിമയിലെയാണ്. ഈക്വലൈസർ എന്ന ഫേമസ് സിനിമയിലെയാണ്. ഹോളിവുഡിലെ തന്നെ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരാളായ ഹാർഡി ഗ്രെഗ്സൺ വില്യംസ് ആണ് ഈ ഒരു മ്യൂസിക് ചെയ്തത്. ചിലപ്പോൾ മാച്ചാവും. തമ്പി മയിൽവാഹനം തലയില്ലട തലയെടുക്ക